നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ ഉറപ്പിക്കാം, അയാളെ മരണം നല്ല മരണാണ്, അവസാനം നല്ല രൂപമാണ്, നല്ല ദിവസമാണ് അള്ളാഹു നൽകിയത്. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ച. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുനിന്ന് വിടവാങ്ങിയത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ? ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം. തിങ്കളാഴ്ചയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ, തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ്. സുന്നത്ത് നോമ്പുകൾ ഷർഫാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ്. ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു നൽകിയ മഹാൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാര് ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. അംബിയാഇന് ശേഷം മനുഷ്യരിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പാ. ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത്. അതേ, ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചത്, കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ്. പക്ഷേ സംഗതി നടന്നത് ചൊവ്വാഴ്ചയാണ്. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ഇമാം ബുഖാരി തങ്ങളെ തെളിവ്. ഒരു ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല. തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. ഫത്ഹുൽ മുഈനിൽ കണ്ടില്ലേ? വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ വഖാഹുല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിഹി, ഖബറിന്റെ ഫിത്നയിൽ നിന്നും അദാബിൽ നിന്നും അല്ലാഹു കാവൽ നൽകുന്നു. എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ ചോദിച്ച് 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 നല്ല ദിവസം വഫാത്താകും. ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവെന്ന് പോകുമ്പോ ഈമാനോടെ മരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ, നിങ്ങളെ മുന്നിൽ ഞാനാകാം, എന്റെ മുന്നിൽ നിങ്ങളാകാം, ആരും ആകാം. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക്. എന്ത് ഗ്യാരണ്ടിയാണ്? ഒരു ഗ്യാരണ്ടി. നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നല്ലേ. ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോ രസാണ്. ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഇയാൾ ഉണ്ടാവുമെന്ന് അറിയില്ല.